കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാണ്ട് കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഠനത്തെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് കൊണ്ടുവന്നാലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്താലോ? അപ്പൊ എല്ലാവരും ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ സ്വന്തമായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. റെഡി? യെസ്. ഒന്നാമത്തെ ചോദ്യം, പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഡാഷ്. സിമ്പിൾ ചോദ്യം അല്ലെ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഡാഷ്. എന്താണ് ഡാഷ്? ആരാണ് ഡാഷ്? യെസ്, ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. എന്നാ മക്കളെ, ഇലക്ട്രോണിനെ കിട്ടിയാലോ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? അതിനെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് വിളിക്കാം. അടുത്ത ചോദ്യം, മഗ്നീഷ്യം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അടുത്ത ചോദ്യം എന്താ? ഈ പ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് സിമ്പൽ എഴുതാം, എന്നിട്ട് നമുക്കതിനെ ബാലൻസ് ചെയ്യാം അല്ലെ? മഗ്നീഷ്യത്തിന്റെ സിമ്പലാണ് Mg, ക്ലോറിന്റെ സിമ്പലാണ് Cl2. ക്ലോറിൻ ഡയോറ്റോമിക് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ MgCl2. അപ്പൊ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കാം. ഇടതുവശത്ത് ഒരു മഗ്നീഷ്യം. എങ്ങനെ ബാലൻസ് ചെയ്യാം? ആരോ മാർക്കിന്റെ രണ്ട് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കണം. ഇടതുവശത്ത് ഒരു മഗ്നീഷ്യം, വലതുവശത്ത് ഒരു മഗ്നീഷ്യം, മഗ്നീഷ്യം സെറ്റ്. ഇടതുവശത്ത് 2 ക്ലോറിൻ, വലതുവശത്ത് 2 ക്ലോറിൻ, ക്ലോറിന് സെറ്റ്. അപ്പൊ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്യണ്ട. എന്നാലും ഒന്ന് എണ്ണി നോക്കണം കേട്ടോ, ഇക്വേഷൻ എഴുതിയിട്ട് ഇത് ബാലൻസ്ഡ് ആണോ എന്ന്. അടുത്തത്, റൈറ്റ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം ഇൻ ദിസ് ആക്ടിവിറ്റി. അതായത് ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിലുള്ള മാറ്റം എഴുതുക. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം ഓരോരുത്തർക്കായിട്ട്. അപ്പൊ ആദ്യം നമ്മുടെ മഗ്നീഷ്യനും ക്ലോറിനും ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ മക്കളെ? ഒരു ആറ്റം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോഴാണ് അവർ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതും വാങ്ങുന്നതും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ഒക്കെയാണ് അവർക്ക് ചാർജ് ഉണ്ടാവുക അല്ലെ? അപ്പോഴാണ് അവർക്ക് ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാവുക. ഇപ്പൊ ആദ്യം നമ്മുടെ മഗ്നീഷ്യം ക്ലോറിനും ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നോ വാങ്ങുന്നോ ഒന്നുമില്ല. അപ്പൊ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ നമ്മൾ എലമെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂലകാവസ്ഥ അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ്, സ്വതന്ത്രാവസ്ഥ എന്നൊക്കെ പറയാറുണ്ട്. എലമെന്റൽ സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇനി അടുത്തത് മഗ്നീഷ്യം ക്ലോറൈഡ്. നമ്മൾ എങ്ങനെ കണ്ടെത്തുക മക്കളെ? അതിന് നമ്മൾ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം അല്ലെ? മഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 8, 2. അപ്പൊ നിങ്ങൾ പറ, ഒക്ടറ്റ് പൂർത്തിയാക്കാൻ നമ്മുടെ മഗ്നീഷ്യം എന്താ ചെയ്യുക? അഷ്ടകം പൂർത്തിയാക്കാൻ നമ്മുടെ മഗ്നീഷ്യം എന്താ ചെയ്യുക? നോക്കിക്കേ, ഓൾറെഡി മഗ്നീഷ്യത്തിന്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ഈ 2 ഇലക്ട്രോൺ പോയാൽ അവൻ ഒക്ടറ്റ് പൂർത്തിയാക്കാം. അപ്പൊ മഗ്നീഷ്യം എന്താ ചെയ്യുക? അഷ്ടകം പൂർത്തിയാക്കാൻ ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജാ വരിക? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ വാങ്ങിയാൽ നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. ഇവിടെ മഗ്നീഷ്യം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ് വരുന്നു. Mg2+ ആയിട്ട് മാറുന്നു. അതായത് ആദ്യം 0 ആയിരുന്ന മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ രാസപ്രവർത്തനം കഴിഞ്ഞപ്പോൾ എത്രയായി? ഇപ്പോ +2 ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ ഓർക്കണേ, ഇങ്ങനെ ഉണ്ടാവുന്ന ചാർജ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് വരും അല്ലെ? ഈ ചാർജാണ് ഓക്സിഡേഷൻ നമ്പർ. വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്നു. ഈ ചാർജിനെ നമുക്ക് എഗെയിൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഇനി അടുത്തത് ക്ലോറിൻ നമുക്ക് കണ്ടെത്തി കളയാം അല്ലെ? അപ്പൊ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. 2, 8, 7. ഇവനിപ്പോ സ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ അല്ല. ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിൽ, ക്ലോറിന്റെ വാലൻസ് ഷെല്ലിൽ ഉള്ളത് 7 ഇലക്ട്രോൺ ആണ് അല്ലെ? 8 ആയാലേ അവൻ സ്റ്റേബിൾ ആവൂ. അപ്പൊ 8 ആക്കാൻ നമ്മുടെ ക്ലോറിൻ ഇവിടെ എന്താ ചെയ്യാ?
എന്താ ചെയ്യാൻ പറ്റുക? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 7നെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തെ മേടിക്കാം. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? എളുപ്പം എന്ന് പറയുന്നത് ഒരെണ്ണത്തെ ഇങ്ങ് വാങ്ങുന്നതല്ലേ. അത് തന്നെയാണ് നമ്മുടെ ക്ലോറിനും ചെയ്യുക. നമ്മുടെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങും. ഇലക്ട്രോണിനെ വാങ്ങിയാൽ എന്ത് ചാർജാ വരിക? ഇലക്ട്രോണിനെ വാങ്ങിയാൽ നെഗറ്റീവ് ചാർജ് വരുന്നു. ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ വാങ്ങി Cl- ആയിട്ട് മാറുന്നു. അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് മാറ്റം സംഭവിച്ചു എന്നാണ് നമ്മളോട് ചോദിച്ചത്. മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം 0 ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് +2 ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ 0 to +2 ആയിട്ട് മാറിയിട്ടുണ്ട്. പൂജ്യത്തിൽ നിന്ന് +2 ആയിട്ട് മാറിയിരിക്കുകയാണ്. റെഡി? അടുത്ത ചോദ്യം എന്താ മക്കളെ? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ്. ഓക്സീകരണ പ്രവർത്തനത്തിന്റെയും നിരോക്സീകരണ പ്രവർത്തനത്തിന്റെയും സമവാക്യം എഴുതുക. ഇവിടെ ആർക്കാ ഓക്സിഡേഷൻ സംഭവിച്ചത്? ആരാ ഇലക്ട്രോണെ വിട്ടുകൊടുത്തത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ, വാങ്ങിയാൽ റിഡക്ഷൻ അല്ലെ. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് മഗ്നീഷ്യമാണ്. സോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യത്തിനാണ്. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്സീകരണ സമവാക്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആയിട്ട് മാറുന്നു. ഇനി ആർക്കാ റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ വാങ്ങുന്നു. ആരാ ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിയത്? നമ്മുടെ ക്ലോറിൻ കുട്ടനാണ് അല്ലെ. അപ്പൊ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിച്ചത് ഇവിടെ ക്ലോറിൻ ആണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ, നിരോക്സീകരണ സമവാക്യം എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങി Cl- ആയിട്ട് മാറുന്നു. 3 മാർക്ക്. സെറ്റുമസാ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വേഗം തന്നെ പോകാം. എന്താ പിടിച്ചോ? കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആയിട്ട് മാറുന്നു. അപ്പൊ 2 സിറ്റുവേഷൻ ഉണ്ട്. ആദ്യം 2 ഗ്രാം ഹൈഡ്രജൻ 16 ഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്ന് 18 ഗ്രാം വാട്ടർ ആവുന്നു. പിന്നീട് 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ ആയിട്ട് ചേർന്നിട്ട് 36 ഗ്രാം വാട്ടർ ആയിട്ട് മാറുന്നു. അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തമ്മിലുള്ള ബന്ധം എന്ത്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്? എന്റെ കുഞ്ഞുങ്ങളൊന്ന് ഗസ് ചെയ്തേ. നോക്കിക്കേ, ഇവിടുത്തെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവരാണ് റിയാക്ടൻസ്. ഓക്കെ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ അഭികാരകങ്ങൾ എന്നും അവിടെ പുതിയതായിട്ടുണ്ടാവുന്നവരെ പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്നും നമുക്ക് വിളിക്കാം. അപ്പൊ ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. സോ നമ്മുടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പൊ ആദ്യത്തെ കേസില് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ്, അഭികാരങ്ങളുടെ ആകെ മാസ് എത്രയാ? 2 + 16 18 അല്ലെ. രണ്ടാമത്തെ കേസിൽ എത്രയാ? 4 + 32 36. ഇനി എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് എന്താ ബന്ധം? അഭികാരങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തമ്മിലുള്ള ബന്ധം എന്താ? 2 ഈക്വൽ അല്ലേ? അല്ലെ, 2 ഈക്വൽ ആണ്. ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ആർ ദി സെയിം അല്ലെ. അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമാണ്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ് ലിസ്റ്റ്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ഏത്? പ്രസ്താവിക്കുക. ഏതാണ്? മാസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം ഏതൊരു കെമിക്കൽ റിയാക്ഷന്റെയും മാസിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. എന്താണ് ലോ കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് പറഞ്ഞു തരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും. അല്ലെങ്കിൽ മാസ് ഇസ് കൺസേർവ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് സംരക്ഷിക്കപ്പെടുന്നു, മാസിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മക്കളെ
ഈ ലോ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റിന്റെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലോ കൊണ്ടുവന്നത് ഏത് സയന്റിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് വായിച്ചൊന്ന് നോക്കിയിട്ട് ഒന്ന് പണിയെടുക്കുക. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നിഞ്ച ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട, കാരണം ഇതാ ക്രിസ്മസ് പരീക്ഷ ഇവിടെ എത്തിയിട്ടുണ്ട്, മൂക്കിന്റെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങളെ എല്ലാവരെയും കാത്ത മിസ് വരും. ഇനി ഒരുപാട് ചോദ്യങ്ങളും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ തകർത്ത് പൊളിക്കും. അപ്പോ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ് സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.